नमस्ते बच्चों, आप सब कैसे हो? ठीक है ना? तो पिछले कक्षा में हम तब याद तुम्हारी आती है कविता का थोड़ा भाग पढ़ चुके हैं, है ना? तो आज उसके आगे के भाग हम पढ़ेंगे। तो आगे के भाग की ओर जाने से पहले कुछ पूर्व ज्ञान देखें। तो बताइए बच्चों, तब याद तुम्हारी आती है कविता का कवि कौन है? बताइए। हाँ, कविता का कवि है रामनरेश त्रिपाठी। रामनरेश त्रिपाठी है। फिर चिड़िया खुशी के गीत कब गाती है? बताइए, चिड़िया खुशी के गीत कब गाती है? हाँ, चिड़िया सुबह सवेरे खुशी के गीत गाती है। और प्रभात की शोभा बढ़ाने वाले चीजें कौन सी हैं? प्रभात की शोभा बढ़ाने वाले चीजें चिड़िया, चिड़ियों की गीत और कलियों की खुशबू आदि हैं പ്രഭാത് की ശോഭ बढ़ाने वाले चीज. അല്ല, ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്താണ് നമ്മൾ പഠിച്ചത്? തബിയാ തുമാരി ആത്തി, അപ്പോൾ നിങ്ങളെ ഓർത്തു പോകുന്നു. ഇതിൽ കവി എന്തിനെ കുറിച്ചിട്ട് വർണ്ണിച്ചിരുന്നു? പ്രഭാതത്തെ കുറിച്ചിട്ടാണ് കവി അതിൽ വർണ്ണിച്ചത്, അല്ലേ? അപ്പൊ പ്രഭാതത്തിൽ സൂര്യോദയത്തിന് ആദ്യം ആഗമനം ആരാണ് അറിയുന്നതെന്ന് പറഞ്ഞു? പക്ഷികളാണ് ആദ്യം ആഗമനം അറിയുന്നത്. അപ്പൊ ഈ പക്ഷികൾ എന്താണ് രാവിലെ തന്നെ മനോഹരമായ എന്താണ് മധുരമായ പ്രഭാതത്തെ വരവേറ്റുകൊണ്ട് മധുരമായ ഗാനം ആലപിക്കുന്നുണ്ട്, അല്ലെ? പിന്നെ ഈ സൂര്യകിരണങ്ങളേറ്റ് എന്ത് ചെയ്യാണ്? പൂമൊട്ടുകളൊക്കെ തന്നെ വിടർന്ന് ആരെ നോക്കുകയാണ്? ഈ മനോഹരമായ ലോകത്തെ നോക്കി പുഞ്ചിരിക്കുകയാണ്, അല്ലെ? പിന്നീട് എന്നും കൂടി പറഞ്ഞു, പിന്നീട് ഈ വിടർന്ന പൂമൊട്ടുകൾ ഇതിന്റെ സുഗന്ധം എന്ന് പറയുന്ന 4 ഭാഗത്തും വ്യാപിക്കുന്നു, ചുറ്റുപാടൊക്കെ തന്നെ. അപ്പൊ ഇതൊക്കെ തന്നെ കാണുമ്പോൾ നമ്മൾ ആരെ ഓർത്തു പോവുകയാണെന്ന് പറഞ്ഞു? ഈ ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ഓർത്തു പോവുകയാണെന്ന് പറഞ്ഞു, അല്ലെ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രഭാതത്തെ കുറിച്ചിട്ടാണ് പഠിച്ചത്. അപ്പൊ ഇന്ന് പോകുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? രാത്രിയുടെ കുറിച്ചിട്ടാണ്. അപ്പൊ രാത്രിയുടെ ശോഭ വർദ്ധിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഒരു ചിത്രം നോക്കാം കുട്ടികളെ, ആ ചിത്രം നോക്കാം. तो बच्चों बताइए कि इस चित्र में क्या क्या है? बताइए, चित्र देखकर बताइए कि चित्र में क्या क्या है? हाँ, चित्र में नक्षत्र मीन्स तारे हैं और चांद, फिर क्या है? मेघ, है ना? और पानी भी दिखाई देती है और पहाड़ भी दिखाई देती है. അപ്പോ ഇതിലെന്ത് നമ്മൾ കാണുന്നുണ്ട്? നക്ഷത്രങ്ങൾ കാണുന്നുണ്ട്, ചന്ദ്രനെ കാണുന്നുണ്ട്, മേഘങ്ങൾ കാണുന്നുണ്ട്, അല്ലെ? അപ്പൊ അതിൻ്റെ അടുത്ത് വെള്ളവുമുണ്ട്, നദിയുമുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഇത് എന്തിന്റെ ശോഭ വർദ്ധിക്കുകയാണ്? ഇത് രാത്രിയുടെ ശോഭ വർദ്ധിക്കുകയാണ്. അപ്പൊ ഇതിൽ കവി രാത്രിയുടെ ശോഭ വർദ്ധിക്കുന്നതിനെ കുറിച്ചിട്ട് മനോഹരമായി തന്നെ കവി ഇതിൽ വർണ്ണിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്? ഈ ചിത്രം നോക്കിയിട്ട് നിങ്ങൾ എഴുതേണ്ടതാണ്. എന്താണ് ഈ ചിത്രമേ ക്യാ ക്യാ ദിഖായി ദേത്തെ ഹെ? എന്തെല്ലാം കാണുന്നത്? നക്ഷത്ര അല്ലെങ്കിൽ താരെ, चांद और मेघ आदि. तो बताइए बच्चों, रात की शोभा बढ़ाने वाले, अल्ले ഇത് रात की शोभा बढ़ाने वाले चीजें हैं. അപ്പോൾ ഇതെന്തിനാ? രാത്രിയുടെ ശോഭ വർദ്ധിപ്പിക്കുന്ന വസ്തുക്കളാണ്. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് പോകാം. എങ്ങനെയാണ് കവി രാത്രിയുടെ ശോഭയെ വർണ്ണിച്ചിരിക്കുന്നത്? चुपचाप चमक रहे तारों की महफिल, जब रात सही है, जब चांद से दुनिया जागती है, कुछ पता नहीं लेकिन जरूर वो संदेशा कुछ पाती है. हे जग के सिरजनहार प्रभु, तब याद तुम्हारी आती है. जब चमचम बूंदे गिरती हैं, बिजली चमचम कर जाती है, मैदानों में वन बागों में जब हरियाली लहराती है, जब ठंडी ठंडी हवा कहीं से मस्ती टोक कर लाती है, हे जग के सिरजनहार प्रभु, तब याद तुम्हारी आती है. അപ്പോൾ നമുക്ക് ആദ്യത്തെ ലൈൻ നോക്കാം. चुपचाप चमकते तारों की महफिल जब रात सजाती है, जब चांद शान से उड़ता है, दिल की दुनिया जाग जाती है, कुछ पता नहीं लेकिन जरूर वह संदेशा कुछ पाती है. हे जग के सिरजनहार प्रभु, तब याद तुम्हारी आती है.
അപ്പം അതിൻ്റെ മീനിങ്സ് നോക്കാം. ചുപ് ചാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിശബ്ദം. ചമക്ന എന്ന് പറഞ്ഞാൽ തിളങ്ങുക. താര എന്ന് പറഞ്ഞാൽ നക്ഷത്രം. മെഹ്ഫിൽ എന്ന് പറഞ്ഞാൽ സഭ. ഇവിടെ സഭ എന്ന് ഉദ്ദേശിക്കുന്നത് നക്ഷത്രങ്ങളുടെ സഭയാണ്. റാത്ത് എന്ന് പറഞ്ഞാൽ രാത്രി. ചാന്ദ് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. ഷാൻ എന്ന് പറഞ്ഞാൽ പ്രൗഢി. ദിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയം. അപ്പോൾ ജഗ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ജഗ് എന്താണ്? ലോകമാണ്. അപ്പോൾ നോക്കാം നമുക്ക് ഇതിൽ എന്താണ് കവി വർണ്ണിക്കുന്നുള്ളതെന്ന്. കവി कहते हैं रात में आकाश में अनंत तारे टिमटिमाते हैं. कवि कहते हैं कि रात में अनेक तारे अनंत तारे टिमटिमाते हैं. चुपचाप चमकने वाले तारेगण रात की शोभा बढ़ाती है. तो चुपचाप चमकने वाले तारे रात की शोभा बढ़ाती हैं. फिर आकाश में चांदनी बिखेर कर शान से दिखाई पड़ने वाले चांद दिल को मोहित करते हैं. ये सुंदर दृश्य देखते समय हमें किसकी याद आती है? ഈശ്വർ की याद आती है. അപ്പൊ ഇതിൽ എന്താണ് കവി പറയുന്നതെന്ന് നോക്കാം. കവി പറയാണ് രാത്രിയിൽ ആകാശത്ത് അനന്തമായ നക്ഷത്രങ്ങളെ നമുക്ക് കാണാം അല്ലെ. രാത്രിയിൽ അനന്തമായ നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നി തിളങ്ങിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ കണ്ണ് ചിമ്മുന്ന മാതിരി തിളങ്ങിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ തന്നെ കുട്ടികളെ രാത്രി ആകാശത്ത് നോക്കിയാൽ നമുക്ക് എന്ത് കാണാം? ഒരുപാട് നക്ഷത്രങ്ങൾ, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയും നക്ഷത്രങ്ങൾ കാണാം. അപ്പൊ ആ നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് കാണുമ്പോൾ അല്ലെ എന്താണ്? വളരെ മനോഹരമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എന്തും കൂടി പറഞ്ഞു, നിശബ്ദം, തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഇവയാണ് രാത്രിയുടെ ശോഭ വർദ്ധിക്കുന്നത്. അപ്പൊ നിശബ്ദമായി തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ നക്ഷത്രങ്ങളുടെ സഭ, ഇതൊക്കെ കാണുമ്പോഴാണ് രാത്രിയുടെ ശോഭ വർദ്ധിക്കുന്നത്. ഇതൊക്കെ കൂടുമ്പോൾ ഇപ്പൊ നക്ഷത്രങ്ങളുടെ സഭ ഒരു കൂട്ടം തന്നെയുണ്ട്. അപ്പൊ ഈ നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങൾ നിശബ്ദമായി രാത്രി തിളങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് രാത്രിയുടെ ശോഭ വർദ്ധിക്കുന്നതെന്ന് പറയുന്നു. അതുകൂടാതെ തന്നെ കവി പറയുന്നതാണ് ആകാശത്ത് നിലാവ് പരത്തി പ്രൗഢിയോടെ നിറഞ്ഞു നിൽക്കുന്ന ചന്ദ്രനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനെ മോഹിപ്പിക്കുന്ന തരത്തിലാണ്. എങ്ങനെയാണ്? ആകാശത്ത് നിലാവ് പരത്തി, നിലാവുള്ള രാത്രിയിൽ ആകാശത്തിൽ ആരെ കാണുമ്പോൾ ആ ചന്ദ്രനെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനെ മോഹിപ്പിക്കുന്ന തരത്തിലാണ് അത് കാണാൻ. അത്രയും മനോഹരമാണ്. അപ്പൊ ഈ സുന്ദരമായ കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ ആര് ഓർത്തു പോവുകയാണെന്ന് കവി പറഞ്ഞു. ഈ ലോകം സൃഷ്ടിച്ച സൃഷ്ടാവിനെ നമ്മൾ ഓർത്തു പോവുകയാണ്, ഈശ്വരനെ ഓർത്തു പോവുകയാണെന്ന് കവി പറഞ്ഞു. അപ്പോൾ ഇതിൽ കവി എന്താണ്? രാത്രിയെ കുറിച്ചിട്ടാണ്, രാത്രിയുടെ മനോഹാരിതയെ കുറിച്ചിട്ടാണ് കവി വർണ്ണിച്ചിട്ടുള്ളത് അല്ലെ. ഇങ്ങനെയൊക്കെയായിരുന്നു ആകാശത്ത് അനന്തമായ നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നി തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നിശബ്ദമായിരിക്കുന്ന ഈ നക്ഷത്രം നിശബ്ദമായി തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ നക്ഷത്ര കൂട്ടങ്ങളുടെ ഒരു സഭ, ഇതൊക്കെയാണ് രാത്രിയുടെ ശോഭ വർദ്ധിപ്പിക്കുന്നത്. അതുകൂടാതെ തന്നെ ഏതാണ്? ആകാശത്ത് നിലാവ് പരത്തി പ്രൗഢിയോട് നിൽക്കുന്ന ചന്ദ്രനെ കാണുമ്പോൾ അല്ലെ എന്തു തോന്നും? നമ്മുടെ മനസ്സിനെ തന്നെ മോഹിപ്പിക്കുന്ന തരത്തിലാണ്. അപ്പൊ ഈ കാഴ്ച, മനോഹരമായ കാഴ്ചകൾ കാണുമ്പോൾ നാം ആരെ ഓർത്തു പോവുകയാണെന്ന് പറഞ്ഞു? ഈ ലോകം സൃഷ്ടിച്ച സൃഷ്ടാവിനെ ഓർത്തു പോവുകയാണ്. तो बच्चों बताइए कि रात की शोभा बढ़ाने वाली चीजें कौन सी हैं? रात की शोभा बढ़ाने वाली चीजें कौन सी? അപ്പൊ പറയൂ കുട്ടികളെ, രാത്രിയുടെ ശോഭ വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്ന വസ്തുക്കൾ ഏതെല്ലാണ്? താരെ और उनकी चमक और चांद അല്ലേ, ചാന്ദിനി. ഏതൊക്കെയാണ് രാത്രിയുടെ ശോഭ വർദ്ധിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളും പിന്നെ ചന്ദ്രനും, ചന്ദ്രനാണ് നിലാവും. ഇതൊക്കെയാണ് രാത്രിയുടെ ശോഭ വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ രാത്രിയുടെ വർണ്ണനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമ്മൾ മഴയെ കുറിച്ചിട്ട് കവി ഇതിൽ വർണ്ണിക്കുന്നുണ്ട്. എങ്ങനെയാണ് കവി ഇതിൽ മഴയെ കുറിച്ചിട്ട് വർണ്ണിക്കുന്നത് നോക്കാം. जब चमचम बूंदे गिरती हैं बिजली चमचम कर जाती है मैदानों में वन भागों में जब हरियाली लहराती है जब ठंडी ठंडी हवा कहीं से मस्ती टोक कर लाती है हे जग के सिरजनहार प्रभु तब याद तुम्हारी आती है. മീനിങ് നോക്കാം നമുക്ക്. ബൂന്തേ എന്ന് പറഞ്ഞ എന്താണ്? തുള്ളികൾ, മഴത്തുള്ളികളാണ്. ബൂന്തേ എന്ന് പറഞ്ഞ തുള്ളികൾ. ബിജ്ലി എന്ന് പറഞ്ഞാൽ മിന്നലാണ്, ഇടിമിന്നൽ. പിന്നീട് മൈതാൻ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട്. വൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വനം, കാട് എന്ന് പറയും.
ഭാഗ് എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം, ഹരിയാലി എന്ന് പറഞ്ഞാൽ എന്താ പച്ചപ്പ്, ठंडी എന്ന് പറഞ്ഞാൽ തണുത്ത, ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്. അപ്പോൾ ഇതിലെങ്ങനെയാണ് കവി വർണ്ണിക്കുന്നുള്ളതെന്ന് നോക്കാം. तो इसमें कवि कहते हैं कि जब वर्षा के बूंदे गिरती हैं बिजली चमकती है. कवि कहते हैं कि जब वर्षा की बूंदे गिरने लगती है तब क्या चमकती है, बिजली चमकने शुरू होती है. तब सब कहीं हमें क्या दिखाई देते, हरियाली हरियाली दिखाई देती है. और उसके बाद बारिश के समय ठंडी ठंडी हवाएं आती है ना, ये ठंडी ठंडी हवाएं हमारे मन को मोहित कर लेती है, नहीं तो उन यौवन के उन्माद टोक कर लाती है. इन सब का अनुभव करते समय हम किसकी याद करती हैं, ईश्वर की याद करती है अല്ലേ. നമുക്ക് എന്താണ് കവി അതിൽ പറയുന്നുള്ളത്? കവി പറയുക മഴത്തുള്ളികൾ ഭൂമിയിൽ എത്തുന്നതോടുകൂടി, ഇപ്പൊ മഴ വരാനാകുമ്പോൾ എന്തെല്ലാം ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്? മഴ വരുന്നതിന് മുമ്പായിട്ട് ആകാശത്ത് കാർമേഘങ്ങൾ പടർന്നുണ്ടാവും അല്ലേ, അതിനുശേഷം മിന്നലുണ്ടാവും, ഇടിമിന്നലോടുകൂടി മിന്നലുണ്ടാവും. അതുകൂടാതെ തന്നെ മഴകൾ വരാൻ തുടങ്ങും അല്ലേ. മഴത്തുള്ളികൾ ഭൂമിയിൽ പതിക്കുമ്പോൾ ഭൂമിയിലേക്ക് എന്ത് ചെയ്യാണ്, ചുറ്റുപാടൊക്കെ തന്നെ നമുക്ക് എന്ത് കാണാൻ സാധിക്കും, പച്ചപ്പ് നിറഞ്ഞതായിരിക്കാം. അപ്പൊ മഴയെ മുമ്പ് എങ്ങനെയായിരിക്കാം, വേനൽക്കാലത്താകുമ്പോൾ ഈ ചുറ്റുപാടൊക്കെ തന്നെ എങ്ങനെയായിരിക്കാം, ഉണങ്ങിയതായിരിക്കാം അല്ല നെല്ലുകളൊക്കെ അല്ലേ. പക്ഷെ മഴ വരാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും, എല്ലാം പച്ചപ്പ് നിറഞ്ഞായിരിക്കും. അവിടെ ഗ്രൗണ്ടിലും പച്ചപ്പുണ്ടാവും, പിന്നീട് കാടുകളിലും പിന്നീട് എവിടെയാണ് പൂന്തോട്ടത്തിലൊക്കെ തന്നെ പച്ചപ്പ് നിറയുകയാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എന്താണ്, ഇത് മനോഹരമായ ദൃശ്യം കാണുന്നല്ലേ. അപ്പൊ ഇതൊക്കെ നമ്മുടെ മനസ്സിനെ മോഹിപ്പിക്കുന്ന തരത്തിലായിരിക്കാണെന്ന് കവി വർണ്ണിക്കുന്നത്. അതുകൂടാതെ തന്നെ കവി ഇതിനെ കുറിച്ച് പറയാണ്, ആ മഴ വരുന്ന സമയത്ത് ഒരു തണുത്ത കാറ്റുണ്ടാവും അല്ലെ. ഈ തണുത്ത കാറ്റ് നമ്മൾ അനുഭവപ്പെട്ടിട്ടുണ്ടാവില്ലേ, ഈ തണുത്ത കാറ്റ്. ആ തണുത്ത കാറ്റ് വരുമ്പോൾ തന്നെ എന്താണ്, നമ്മുടെ മനസ്സിനെ മോഹിപ്പിക്കുന്ന തരത്തിലായിരിക്കും ഈ തണുത്ത കാറ്റ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ അനുഭവങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ആരെ ഓർത്തു പോവുകയാണ്, ഈ മനോഹരമായ ഈ ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ഓർത്തു പോവുകയാണെന്ന് കവിതയിൽ പറയുന്നു. അപ്പൊ ഇങ്ങനെയാണ് കവി മഴയെക്കുറിച്ചിട്ട് വർണ്ണിച്ചിട്ടുള്ളത്. അപ്പൊ മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് വരാൻ തുടങ്ങുന്നല്ലേ. മഴ വരുന്നതിന് മുമ്പ് നമ്മൾ ആകാശത്ത് കാർമേഘങ്ങൾ, ഇടിമിന്നൽ ഉണ്ടാവും. അതുകൂടാതെ മഴ വരാൻ തുടങ്ങും. മഴ വരുമ്പോഴത്തേക്ക് എല്ലായിടത്തും എന്ത് നിറയും, പച്ചപ്പ് നിറയും. പച്ചപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിലും വനത്തിലും പിന്നീടാണ് പൂന്തോട്ടത്തിലൊക്കെ പച്ചപ്പ് നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ, ഇതൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ആരെ കുറിച്ചിട്ട് ഓർക്കുകയാണ്, ഈ ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ കുറിച്ചിട്ട് ഓർക്കുകയാണെന്ന് ആര് പറയാണ്, കവി. അപ്പൊ നമ്മൾ ഇന്ന് എടുത്ത ക്ലാസ്സുകൾ എന്തെല്ലാം പഠിച്ചു? ഇന്നടുത്ത ക്ലാസ്സുകളിൽ എന്താണ് രാത്രിയെ കുറിച്ചിട്ട് കവി മനോഹരമായി തന്നെ വർണ്ണിച്ചത് നമ്മൾ പഠിച്ചു. അതുകൂടാതെ തന്നെ മഴയെ കുറിച്ചിട്ടും കവി വർണ്ണിച്ചു, അതും നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ധന്യവാദം.